നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അയല വാഴയിലയിൽ പൊള്ളിച്ചെടുക്കാനാണ് പോകുന്നത്. അതിന് ഞാൻ 2 അയലയാണ് എടുത്തിരിക്കുന്നത്. അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട് നന്നായി തിരുമ്മി അരമണിക്കൂർ വെച്ച ശേഷം ഒരു പകുതി വേവിൽ അതിനെ വറുത്തെടുക്കുക. എണ്ണയിൽ നന്നായി വറുത്തെടുക്കുക. ഞാനടുത്ത് 2 അയലയാണ്. അതിൽ നമ്മൾ ആ വറുത്തെടുത്ത എണ്ണയിൽ തന്നെ 2 വലിയ ഉള്ളി അരിഞ്ഞു വെച്ച 2 വലിയ ഉള്ളി അതിലേക്ക് ആഡ് ചെയ്യുക. 2 അയലയ്ക്ക് 2 വലിയുള്ളി, ചെറിയ 2 വലിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വഴറ്റുക. അപ്പോൾ വലിയുള്ളി പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു നുള്ളി നമുക്ക് കല്ലുപ്പ് ആഡ് ചെയ്യാം. നമ്മൾ മീൻ വറുക്കുമ്പോൾ അതിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മസാലയ്ക്കും കൂടെ കുറച്ച് ഉപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വലിയുള്ളി പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ടും കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായി വഴറ്റിയ ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറുവേപ്പില അരിഞ്ഞ് വെച്ചത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ നന്നായിട്ട് വഴറ്റുക. നന്നായി വഴഞ്ഞ് വരുമ്പോൾ അപ്പോൾ നമ്മളതിൽ ഒരു തക്കാളി മതിയാവും. അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിൽ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വലിയുള്ളി, തക്കാളി, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, കറുവേപ്പിലൊക്കെ നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് കൂടെ മസാല നമുക്ക് ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 2 സ്പൂണ് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലയും 1/2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗരം മസാലയും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നന്നായി വഴറ്റി കൊടുത്തിട്ട് ആ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റുക. അപ്പോൾ ഈ മസാല ഒന്ന് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മസാലയൊക്കെ ഒരു പച്ചമണം പോയിട്ട് എല്ലാ മസാലയും ഒരുപോലെ വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. നന്നായിട്ട് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. മസാല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വാഴയില കൂടെ വാട്ടിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി 2 അയില ആയതുകൊണ്ട് 2 വാഴയില എടുത്തിട്ടുണ്ട്. 2 വാഴയിലും ഇതുപോലെ ഗ്യാസിൽ തന്നെ, നമുക്ക് അടുപ്പില്ലാത്തതുകൊണ്ട് ഗ്യാസിലാണ് വാട്ടിയെടുക്കുന്നത്. അപ്പോൾ വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വാഴയിലേക്ക് കുറച്ച് മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. ആ മസാലയുടെ മുകളിലേക്ക് ഒരു അയില മീൻ നമുക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് ഈ അയില മീനിൻ്റെ മുകളിലേക്കും കൂടെ കുറച്ചുകൂടെ മസാല ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് നല്ലപോലെ വാഴയില നാര് കൊണ്ട് നമുക്കതിനെ പൊതിഞ്ഞെടുക്കാം. പൊതിഞ്ഞെടുത്ത ശേഷം ഇതുപോലെ പാനിൽ നമുക്ക് ആ വാഴയിലയിൽ കെട്ടിവെച്ച അയില മീൻ 2ഉം നമുക്ക് ഇതിലേക്ക് വെച്ച് ചുട്ടെടുക്കാം. രണ്ടും നല്ലപോലെ പൊതിഞ്ഞ് വെച്ചിട്ട് പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ചുട്ടെടുത്തിട്ട് നമുക്ക് നോക്കാം. 2 ഭാഗവും മറിച്ചിട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം. നല്ല ചൂടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ താഴേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ ചൂടിനനുസരിച്ച് മസാലയൊക്കെ താഴെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് നല്ലപോലെ 2 ഭാഗവും മറിച്ചിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഴയിലയിൽ പൊള്ളിച്ചെടുത്ത അയില മീൻ ഫൈനലി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നല്ല മണം വരുന്നുണ്ട്. നല്ലപോലെ
വെന്ത് പരുവമായിട്ടുണ്ട്.